മക്കളെ, ഒരു ആവേശ കമ്മിറ്റി ചാനലുണ്ടല്ലോ. ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായാലും. ആ ചാനൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോപ്പി കിട്ടിയപ്പോൾ ആ റിപ്പോർട്ട് പൊക്കി പിടിച്ച് മുതലാളി ജംഗ ജഗജഗ എന്ന ഭാവത്തിൽ ഓടി വന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്തുകൊണ്ട് 4 കൊല്ലം അടയിരുന്നു എന്ന് ഈ ആവേശ കമ്മിറ്റി ചാനലിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു കൂവി പറഞ്ഞു നടന്നത് ഓർമ്മയുണ്ടോ? അതിൽ തലയും വാലുമോ അരിയും പയറുമോ ഏതെന്ന് തിരിച്ചറിയാൻ ബോധമില്ലാത്ത, അടുത്ത ജന്മത്തിൽ പോലും മാധ്യമപ്രവർത്തകയാകാൻ പാടില്ലാത്ത ഒരു വനിതാ ജേർണലിസ്റ്റിൻ്റെ ബഹളമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തുകൊണ്ട് സർക്കാർ നിഷ്ക്രിയമായിരുന്നു എന്ന് ഹൈക്കോടതി ചോദിച്ച ദിവസം രാത്രി അന്തിച്ചർച്ച എടുത്ത് തലകുത്തനെ വച്ചിട്ടായിരുന്നു. പക്ഷേ അതോടുകൂടി അത് അവസാനിപ്പിച്ചു. ഇന്നത്തെ പത്രത്തിൽ അവസാന പേജുകളിൽ എവിടെയോ ഒരു വാർത്ത വന്നു. നിയമ നടപടിക്ക് ഇരകളെ നിർബന്ധിക്കാനാവില്ല, പരാതിക്കാർ ഇതുമായി മുന്നോട്ട് പോകാതെ അന്വേഷണം മുന്നോട്ട് പോകില്ല എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പക്ഷേ ഈ ആവേശ കമ്മിറ്റിക്കാർ ആരെങ്കിലും നിങ്ങളോട് ഇത് പറഞ്ഞായിരുന്നു? കോടതി എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നെങ്കിലും ചോദിച്ചോ? എന്തുകൊണ്ട് കോടതി ഇങ്ങനെ പറഞ്ഞു? അല്ല, ഇതേ കാര്യമല്ലേ സർക്കാർ പറഞ്ഞത്? ആരെങ്കിലും പരാതിയുമായി വന്നാൽ എല്ലാ പിന്തുണയും നൽകും എന്നാണ് സർക്കാർ അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. അപ്പോൾ സർക്കാർ പറഞ്ഞത് കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഇവർ അത് പറയുന്നില്ല? ഇവരുടെ ആവേശമൊന്നും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. അവിടെയാണ് ഈ ചാനലുകാരുടെ ജംഗ ജഗജഗ ശൈലി എന്തിനായിരുന്നു എന്ന് ആലോചിക്കേണ്ടത്. നല്ല ഉദ്ദേശത്തിൽ കാര്യങ്ങൾ ശുദ്ധീകരിക്കാൻ കൊണ്ടുവന്ന റിപ്പോർട്ടിനെ പൈങ്കിളി വാർത്തയ്ക്കായി ഉപയോഗിക്കുകയാണ് കേരളത്തിലെ സകല മാധ്യമങ്ങളും അതിലെ മാപ്രകളും ചെയ്തത്. അതല്ലാതെ ഇവർക്ക് ഒരു ലക്ഷ്യവുമില്ല, ഉദ്ദേശവുമില്ല. റേറ്റിംഗ് കൂടണം, ചാനലിനെ മുന്നിൽ കൊണ്ടുവരണം, എന്ത് കാര്യവും വിറ്റ് കാശാക്കുക എന്നതാണ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, പല PR ഏജൻസികളും മാധ്യമങ്ങൾക്ക് പണം നൽകുന്നത് CPMനെയും സർക്കാരിനെയും പ്രതിസ്ഥാനത്ത് നിർത്തണം എന്നുള്ളതിനാലാണ്. അല്ലാതെ സത്യം ഇവർ പറയും എന്ന് തോന്നുന്നില്ല. വാർത്ത വായിക്കുന്ന മാപ്രയ്ക്ക് ഇടതുപക്ഷത്തിനോട് വിരോധം വേണം, അത്രമാത്രം.